നമുക്കൊക്കെ ഭാര്യയുണ്ട്. ആ ഭാര്യ നല്ല ഒരു ഭാര്യയാകണമെങ്കിൽ ചില നിർദ്ദേശങ്ങൾ അള്ളാഹുവിന്റെ ഖുർആനും തിരുവചനം പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലെ സ്ത്രീകളോട്, ഭാര്യമാരോട് പറഞ്ഞ ഉപദേശം നോക്കൂ. വഖർന ഫീ ബുയൂതികുന്ന, സ്ത്രീകളെ, ഭാര്യമാരെ, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങി ഒതുങ്ങി കഴിയുക. ഇത് നാട് നീളെ നടന്ന് നീങ്ങാണ്. അങ്ങാടികളിലേക്ക് ഇറങ്ങുന്നു. എന്തിന് ഇറങ്ങുന്നു എന്ന് പോലും അറിയില്ല. ഇറങ്ങി വേഷം മാറി അല്ലെങ്കിൽ അണിഞ്ഞൊരുങ്ങി ചമയം പൂശി നാട് മുഴുവൻ തെണ്ടി നടക്കുന്നവരെ കുറിച്ച് നമുക്ക് എന്ത് അഭിപ്രായം പറയാനുണ്ട്? അള്ളാന്റെ ഖുർആൻ പറയാ, പെണ്ണുങ്ങളെ, സ്ത്രീകളെ, നിങ്ങൾ അത്യാവശ്യത്തിനാണ് പുറത്തിറങ്ങേണ്ടത്. മറ്റു സമയങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതത്വം വീടാണ്. പിന്നീട് സ്ത്രീകളെ പീഡിപ്പിക്കപ്പെട്ടു, മർദ്ദിക്കപ്പെട്ടു, കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടഞ്ഞൊതുങ്ങി കഴിയുക. വലാ തബറജന തബറജൽ ജാഹിലിയത്തിൽ ഊലാ, പണ്ട് ജാഹിലിയത്തിലെ പെണ്ണുങ്ങളെ പോലെ തോന്നിയതുപോലെ ലക്കും ലഗാനുമില്ലാതെ നിങ്ങൾ അങ്ങ് നാട്ടിൽ നിറങ്ങി ജീവിക്കരുത്. ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും, ആണിനിടയിലും പെണ്ണിന്റെ ഇടയിലും ആൾക്കൂട്ടത്തിന്റെ ഇടയിലും ഒരു ലഗാനും ലൈസൻസും ഇല്ലാതെ നിങ്ങൾ അങ്ങ് ഇറങ്ങി നടക്കരുത്. ജാഹിലിയത്തിലെ പെണ്ണുങ്ങളെ പോലെ ആവരുത്. നല്ല ഭാര്യയായി മാറാൻ പറയാ. വാഖിംനസ്സലാ, നിങ്ങൾ നിസ്കാരം നിലനിർത്തണേ. അഖിംനസ്സലാ, നിസ്കാരം നിലനിർത്തണേ. വആതീനസ്സകാ, നിങ്ങൾ സകാത്ത് കൃത്യമായി കൊടുക്കുകയും ചെയ്യണേ. വഅതഅനല്ലാഹ വറസൂല, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുകയും ചെയ്യണേ. എത്ര കൃത്യമായി ആ പാലിക്കുന്ന മര്യാദകൾ ചിട്ടയോടെ മുന്നോട്ട് പോകുന്ന ഒരു ഉമ്മ, ഒരു ഭാര്യ എത്ര മാതൃകയാണ് എന്ന് ആലോചിച്ച് നോക്കൂ. നമസ്കാരം നിലനിർത്തുന്ന, സകാത്ത് കൊടുക്കുന്ന, അള്ളാഹുവിനെ റസൂലിനെ കൃത്യമായി അനുസരിക്കുന്നവരാവുക. പിന്നെ കൊടുത്തത് വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാതില്ലാഹി വൽ ഹിക്മ, അള്ളാഹുവിന്റെ ആയത്തുകളിൽ നിന്ന്, ഹിക്മത്തുകളിൽ നിന്ന്, വിജ്ഞാനങ്ങളിൽ നിന്ന് അവരവരുടെ വീടുകളിൽ പാരായണം ചെയ്യുകയും വേണം. വീട്ടിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു സാലിഹത്തായ ഭാര്യയാണ് നമുക്ക് ആവശ്യം. അവരവരുടെ വീടുകളിൽ വെച്ചുകൊണ്ട് ഒഴിവിനനുസരിച്ചുകൊണ്ട് ഗ്രന്ഥത്തിൽ നിന്ന് പാരായണം ചെയ്യുന്നവരാണ്. ഇന്നല്ലാഹ കാന ലതീഫൻ ഖബീറാ, തീർച്ചയായും അല്ലാഹു മനുഷ്യനോട് വളരെ അനുകമ്പയുള്ളവനാണ്. സൂക്ഷ്മമായി അവനെ നിരീക്ഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവനാണ്. അല്ലാഹ്ക്കറിയാം ആർക്കൊക്കെ കുറവുകളുണ്ട്, ആർക്കൊക്കെ അസൗകര്യങ്ങളുണ്ട്, ആരൊക്കെയാണ് അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്നത്. എല്ലാം നിരീക്ഷിക്കാൻ അള്ളാഹുവിന് കഴിവുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ ആയത്തിനെ അടക്കമുള്ള സംഭവങ്ങൾ വ്യക്തമാക്കിയിട്ട് പറയുന്ന, ഒരു ഭാര്യ ഭർത്താവിനോട്, അള്ളാഹുവിനോട് കടമയുള്ളവരാണ്. ബാധ്യത നിർവഹിക്കാനുണ്ട്. അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ പറഞ്ഞു. ഭർത്താവിനോടുള്ള ഭാര്യയുടെ ബാധ്യതകളെ കൃത്യമായി മനസ്സിലാക്കി ചെയ്യുന്നവളാണ് സാലിഹത്തായ ഭാര്യ. ഒരു ഹദീസിൽ പറയാം, നിങ്ങളുടെ കൂട്ടത്തിലെ ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ അവർ ഭർത്താവിനോട് ഭയങ്കരമായ കടമയുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ, ഈ ലോകത്ത് ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. ഒരു ജാറത്തിന്റെ മുമ്പിൽ, ഒരു ദർഗയുടെ മുമ്പിൽ, ഒരു ക്ഷേത്രത്തിന്റെ മുമ്പിൽ, മറ്റേതെങ്കിലും മരത്തിന്റെ കല്ലിന്റെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. അതൊക്കെ സൃഷ്ടികളാണ്. ഹദീസ് പറഞ്ഞത്, അങ്ങനെ ഒരു സൃഷ്ടിയോട് ലൗ അമർതു അഹദൻ അൻ നസ്ജുദ ലി അഹദിൻ, ഈ ലോകത്തുള്ള ഒരാൾ മറ്റൊരാളുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ ല അമർതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ, ഭർത്താവിന്റെ മുമ്പിൽ ഭാര്യയോട് സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നു. അത്രക്ക് വലിയ സുജൂദ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ചെയ്യേണ്ടുന്ന പരമമായ ആ ഇബാദത്ത്. അതൊരാളോട് ചെയ്യണമെന്ന് പറഞ്ഞ ഒരാളുടെ മുമ്പിൽ പറ്റുമായിരുന്നുവെങ്കിൽ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നു, കൽപ്പിക്കുമായിരുന്നു. അത് ചെയ്തിട്ടില്ല. എന്താണ് ഇത്രമാത്രം പറയാൻ കാരണം? മിൻ ഇളമി ഹഖ്ഖിഹി അലൈഹാ, ഒരു ഭാര്യക്ക് ഭർത്താവിനോടുള്ള വലിയ ബാധ്യതയുണ്ട് എന്ന് കാണിക്കാൻ. നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിൽ ഇന്ന് എന്താ അവസ്ഥ? ഭർത്താവിനെ പരിഗണിക്കാറുണ്ടോ? ഭർത്താവിനെ സ്നേഹിക്കാറുണ്ടോ? അദ്ദേഹത്തിന് വേണ്ടുന്ന സ്ഥാനങ്ങൾ കൊടുക്കാറുണ്ടോ? അതിനെന്ത് തടസ്സമാണ് മുമ്പിലുള്ളത്? അള്ളാഹുവിന്റെ ദീന് നമ്മളോട് പഠിപ്പിക്കാം. വലാ തജിദു ഇംറഅത്തുൻ, ശ്രദ്ധിക്കണം, നമ്മുടെ ഉമ്മമാരോട് ഭാര്യമാരെ പഠിപ്പിക്കേണ്ട വിഷയമാണ്.
നമ്മുടെ പെൺമക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം ഭർത്താവ് ആരാണെന്ന്. വലാ തജിദു ഇംറഅത്തുൻ, ഒരു പെണ്ണിനെ ആസ്വദിക്കാൻ കഴിയില്ല ഹലാവത്തൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം, ഹത്താ തുഅദ്ദി ഹഖ്ഖ സൗജിഹാ, ഭർത്താവിനോടുള്ള ബാധ്യത പൂർത്തിയാകാതെ ഒരു പെണ്ണിന് ഈമാൻ ആസ്വദിക്കാൻ കഴിയില്ല. ഫുള്ള് നിസ്കാരം, നോമ്പ്, മറ്റെല്ലാം ശരിയാണ്, പക്ഷേ ഭർത്താവിനോടുള്ള ഹക്ക് ചെയ്യാത്ത ഒരാൾക്ക് ഈമാനിന്റെ സുഖം അനുഭവിക്കാൻ കഴിയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്. വഹഫിളത്ത് ഫർജഹാ വഅതാഅത് സൗജഹാ, 4 പ്രധാനപ്പെട്ട കാര്യം ചെയ്താൽ ഒരു ഭാര്യക്ക് സ്വർഗ്ഗത്തിൽ പോകാം. ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹ, 5 നേരം നിസ്കരിക്കാം. വസാമത്ത് ഷഹ്റഹാ, വർഷത്തിൽ ഒരിക്കലുള്ള നോമ്പ് നോൽക്കുക. പിന്നെ പറഞ്ഞ 2 കാര്യം, ആദ്യത്തെ 2 കാര്യം അള്ളാഹ്ക്കുള്ളതാണ്. ഇനി പറയുന്ന 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. വഹഫിളത്ത് ഫർജഹാ, അവളുടെ ലൈംഗിക അവയവങ്ങൾ ഭർത്താവിനുമേൽ മാത്രമായി സുരക്ഷിതമായി സൂക്ഷിക്കുക. വഅതാഅത് സൗജഹാ, ഭർത്താവിനെ നന്നായി അനുസരിക്കുകയും ചെയ്യുക. 4 പ്രധാനപ്പെട്ട പണി പറഞ്ഞിട്ട് ഇത് ചെയ്യുന്ന ഒരു പെണ്ണാണെങ്കിൽ ഖീല ലഹ, ആ പെണ്ണിനോട് പറയും ഉദ്ഖുലിൽ ജന്ന, പെണ്ണേ നീ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂ. മിൻ ഐ അബ്വാബിൽ ജന്നതി ശിഅ്തി, സ്വർഗ്ഗത്തിന്റെ വിധാനത്തിൽ വിശാലമായി കൊടുത്തിരിക്കുന്ന 8 കവാടങ്ങളിൽ ഇഷ്ടമുള്ള കവാടത്തിലേക്ക് നിനക്ക് പ്രവേശിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പണി ചെയ്യണം, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മറ്റൊരാളെ അനുസരിക്കണം, അദ്ദേഹത്തിന് ജോലി ഉണ്ടെങ്കിലും അനുസരിക്കണം, ജോലി ഇല്ലെങ്കിലും ബഹുമാനിക്കണം. അദ്ദേഹത്തിന് വേറെ എന്തോ ആകട്ടെ, എത്ര ഭംഗിയുണ്ടെങ്കിലും ഭംഗിയില്ലെങ്കിലും, രോഗമുണ്ടെങ്കിലും രോഗമില്ലെങ്കിലും, ആ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ അവരെ മാനിച്ചേ മതിയാകൂ. സമൂഹത്തിൽ കുടുംബ പ്രശ്നങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കാം. കൗൺസിലിംഗിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുന്ന ദമ്പതിമാരുടെ എണ്ണം കൂടി വരികയാണ്. ആത്മഹത്യകൾ പെരുകുകയാണ്. ദാമ്പത്യ പ്രശ്നങ്ങൾ ചീഞ്ഞു നാറി ആത്മഹത്യകളായി വാർത്തകളിൽ മുസ്ലിങ്ങളുടെ പേരുകൾ പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുക. എന്തുണ്ട് പരിഹാരം? വിശുദ്ധ ഇസ്ലാമിലേക്ക് ശരിക്ക് വരിക, ഇസ്ലാം പറഞ്ഞിടത്തേക്ക് വരിക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരു ഭർത്താവ് എന്ന് പറയുമ്പോൾ നമ്മൾ അദ്ദേഹത്തിനുള്ള സ്ഥാനത്തെ മാനിച്ചുകൊണ്ട് കൃത്യമായി കൊണ്ടുള്ള ഇടപെടൽ വേണം. എത്രത്തോളം എന്ന് വെച്ചാൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനെ സത്യം ചെയ്തിട്ടാണ് ഇനി പറയാൻ പോണ കാര്യം. അല്ലാഹുവാണ് സത്യം. ലൗ കാന മിൻ ഖദമിഹി ഇലാ മഫ്റഖി റഅസിഹി ഖുർഹതൻ, ഒരു ഭർത്താവ് അദ്ദേഹത്തിന്റെ കാലിന്റെ നഖം മുതൽ തലയുടെ മൂർധാവ് വരെ ശരീരം മുഴുക്കനും മുറിവാണ്. ശരിക്കും ചിന്തിച്ചു നോക്കണം. ഒരു ഭർത്താവ് കാലിന്റെ നഖം മുതൽ തലയുടെ മൂർധാവ് വരെ ശരീരത്തിൽ നിറയെ മുറിവുകളാണ്. ഖുർഹതൻ തൻബജിസു ബിൽ ഖൈഹി വസ്സദീദ്, സാധാരണ ഒരു മുറിവല്ല, ആ മുറിയിൽ നിന്ന് പഴുത്ത് ചീഞ്ചലം വരുന്നുണ്ട്, ചലം പൊട്ടി ഒലിക്കുന്നുണ്ട്. അടുക്കുമോ? നമ്മൾ ആരെങ്കിലും തിരഞ്ഞു നോക്കൂ, ഒരു മനുഷ്യന്റെ അടുത്തേക്ക് നമ്മൾ പോവൂ, ശരീരം മുഴുവൻ പൊട്ടി ഒലിച്ച് ചീഞ്ചലം നാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഭർത്താവിന്റെ അടുത്തേക്ക് സുമ്മസ്തഖ്ബലതുഹു, എന്നിട്ട് അയാളുടെ അടുത്തേക്ക് ഒരു ഭാര്യ ചെന്നു. ആ ഭാര്യ നാവ് കൊണ്ട് അയാളുടെ ശരീരത്തിലെ ആ നീരുകൾ നക്കിത്തുടച്ചാൽ പോലും അവൾക്ക് അയാളോടുള്ള ബാധ്യതകൾ കഴിഞ്ഞിട്ടില്ല. പടച്ച ഇസ്ലാമിൽ പഠിപ്പിക്കുക, ഒരു ഭർത്താവിനോട് ഇതിലും വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ചെയ്താൽ പോലും ഒരു ഭർത്താവിനോടുള്ള ബാധ്യത അവൾക്ക് അവസാനിക്കൂല. ഭർത്താക്കന്മാരോടുള്ള ബാധ്യതകൾ കഴിഞ്ഞ ആഴ്ചകൾ നമ്മൾ മനസ്സിലാക്കി. പല ഭാര്യമാരും മനസ്സിലാക്കുന്നു, ഇങ്ങനെ വേണം അങ്ങനെ വേണം, ഇത് ശരിയാണ്, ഇത് പറഞ്ഞത് ശരിയാണ്, ഇത് ശരിയാണെന്ന് സമ്മതിക്കും. എങ്കിൽ അവരൊക്കെ കേൾക്കട്ടെ, ഭാര്യമാർക്കും ബാധ്യതയുണ്ട്, നല്ല ബാധ്യതയാണ്, കൂടുതൽ ഉത്തരവാദിത്തങ്ങളുണ്ട്. ചില കാര്യങ്ങളിൽ ഭർത്താവിന്റെ അനുവാദം ചോദിക്കാതെ ഭാര്യയുടെ വീട്ടിലാണെങ്കിലും ഭർത്താവിന്റെ വീട്ടിലാണെങ്കിലും ഒരു പെണ്ണ് ശ്രദ്ധിക്കണം, ഭർത്താവിന്റെ അനുവാദമില്ലാതെ ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. എത്രത്തോളം? ഒരു സുന്നത്ത് നോമ്പെടുക്കണമെങ്കിൽ ഭർത്താവിന്റെ അനുവാദം ചോദിക്കണം.
ഭർത്താവ് വേറെന്തെങ്കിലും ഒന്ന് യാത്ര പോകണമെന്നോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആവശ്യങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും അറിയില്ലല്ലോ. ഭർത്താവിന്റെ അനുവാദമില്ലാതെ സുന്നത്ത് നോമ്പ് എടുക്കാൻ പാടില്ല. എത്ര നല്ലൊരു ഇബാദത്താണ്. ഭർത്താവിന്റെ അനുവാദമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകാൻ പറ്റില്ല. ആരാണ് ശ്രദ്ധിക്കുന്നത്? എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നിട്ട് വൈകുന്നേരം പറയും ഞാൻ ഇന്ന സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കാര്യമല്ല. അനുവാദം ചോദിക്കാതെ പുറത്തിറങ്ങി പോകരുത്. ഭർത്താവിന്റെ ഇഷ്ടമില്ലാത്ത വ്യക്തികളെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കരുത്. ആരാണ് അതൊക്കെ ശ്രദ്ധിക്കാറുള്ളത്? ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ചില വ്യക്തികൾ കുടുംബത്തിലുണ്ടാകും. ആ വ്യക്തികൾ വീട്ടിലേക്ക് വരാനും പ്രവേശിക്കാനും അനുവദിക്കരുത്. ഭാര്യക്ക് എത്ര ഇഷ്ടപ്പെട്ടവരാണെങ്കിലും ഭർത്താവിന് അത് ഇഷ്ടമില്ലെങ്കിൽ അയാൾ അവിടെ പ്രവേശിപ്പിക്കരുത്. ഇസ്ലാമിന്റെ റൂളാണ്. ഭർത്താവിന്റെ അനുവാദമില്ലാതെ മറ്റുള്ള അവരിഷ്ടപ്പെടാത്തവരെ പ്രവേശിപ്പിക്കാൻ പാടില്ല. ഇസ്ലാം ഇതൊക്കെ വെക്കുന്നത് കലഹങ്ങൾ, കച്ചറകൾ, ചണ്ടകൾ, വഴക്കുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. സ്വർഗത്തിലെത്തുന്ന സ്ത്രീകളെ പറ്റിയിട്ട് ഹദീസ് പഠിപ്പിച്ചു. സ്വർഗത്തിലെ സ്ത്രീകൾ ഉന്നതരാണ്, നല്ല ക്വാളിറ്റി ഉള്ളവരാണ്, പ്രത്യേക സവിശേഷതയുള്ളവരാണ്. ഭർത്താവ് ഭാര്യനോട് ദേഷ്യപ്പെട്ടു, സ്വാഭാവികമായി കുടുംബജീവിതത്തിൽ ഉണ്ടാവും. അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോടോ ഭർത്താവ് ഭാര്യയോടൊക്കെ ദേഷ്യപ്പെട്ടു. അപ്പൊ ഭാര്യ വിചാരിക്കുകയാണ് ഞാൻ മിണ്ടൂല, എന്നോട് ഇങ്ങോട്ട് മിണ്ടട്ടെ, ഞാൻ എന്തായാലും അങ്ങോട്ട് പോകൂല, എന്നോട് ഇങ്ങോട്ട് മിണ്ടട്ടെ എന്ന് കാത്തിരിക്കുന്നവരല്ല സ്വർഗ സ്ത്രീകൾ. അവരെ പറ്റി പറഞ്ഞത് ഉത്തമരായ സ്വർഗ സ്ത്രീകളുടെ സ്വഭാവം ഭർത്താവിന്റെ കൈകളിലേക്ക് കൈയങ്ങ് ചേർത്ത് പിടിക്കും. എന്റെ കൈയാണ് ഞാൻ നിങ്ങളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നത്. ഇനി ഞാൻ പറയട്ടെ, ഇനി ഞാൻ ഇന്ന് രാത്രി കിടന്നുറങ്ങൂല, എന്റെ കൺപോളകൾ ഞാൻ പൂട്ടില്ല. നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ. ഇപ്പൊ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെട്ടിരിക്കല്ലേ, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെടാതെ ഞാൻ ഉറങ്ങൂല. മാസങ്ങളോളം പിണങ്ങി നടക്കുന്ന മനുഷ്യന്മാരില്ലേ? ഒരേ വീട്ടിൽ താമസിച്ചിട്ട് പോലും മിണ്ടാതെ കഴിയുന്ന ആളുകളില്ലേ? വർഷങ്ങളായി പിണങ്ങി രണ്ട് വീടുകളിലായി ഒന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ ആളുകളില്ലേ? മരിച്ചിട്ട് പോലും തിരിഞ്ഞു നോക്കാത്ത ഭാര്യ ഭർത്താക്കന്മാരുണ്ടായിട്ടില്ലേ? എത്ര ദുരവസ്ഥകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ ദീന് ശരിക്ക് പഠിപ്പിക്കുകയാണ്, ഭർത്താവേ നിങ്ങളുടെ തൃപ്തിയില്ലാതെ ഇന്ന് ഞാൻ ഉറങ്ങൂല എന്ന് പറയുന്നത് സ്വർഗ സ്ത്രീകളുടെ ഗുണമാണ്. നന്ദിയുള്ള പെണ്ണായിരിക്കും നല്ല ഒരു സാലിഹത്തായ ഭാര്യ. നന്ദി ഉണ്ടാവും. ചെയ്തു കൊണ്ടുപോയി കൊടുത്ത പണത്തിന്, മേടിച്ചു കൊടുത്ത വസ്ത്രത്തിന്, ജീവിതത്തിന്റെ സുഖദുഃഖങ്ങൾ ഒരുപോലെ പങ്കുവെച്ചതിന്, എല്ലാത്തിനും കൂടെ നിന്ന് പിന്തുണച്ചതിന് നന്ദിയുള്ള ഒരു പെണ്ണാണ് നല്ല ഒരു ഭാര്യ. ലാ യൻളുറുല്ലാഹ്, അല്ലാഹു നോക്കില്ല ഒരു പെണ്ണിനെ, ഇലംറഅത്തിൻ, ഒരു പെണ്ണിലേക്ക്. അവൾ എന്താണ്? ലാ തഷ്കുറു ലിസൗജിഹാ, ഭർത്താവിനോടൊരു നന്ദിയില്ലാത്തവർക്ക്. എത്ര വർഷങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് മരുഭൂമിയുടെ മണലാരണ്യങ്ങളിൽ തന്റെ ജീവിതത്തിന്റെ സ്വപ്നങ്ങളെല്ലാം മാറ്റിവെച്ച് മക്കൾക്കും കുടുംബത്തിനും വേണ്ടി അധ്വാനിച്ച ഭാര്യമാർ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ, ഭാര്യമാർ അവരെ വഞ്ചിച്ചു കളഞ്ഞ എത്ര സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നു. സ്വത്തും ആഭരണങ്ങൾ വരെ ഇന്നലെ കണ്ടവന്മാരുടെ പേരിലേക്ക് കൊടുത്തു മുങ്ങിപ്പോയ എത്ര പേരുണ്ട് പ്രിയപ്പെട്ടവരെ? നന്ദിയില്ലാത്തവർ. ഒരു പെണ്ണിനെ അള്ളാഹ് നോക്കില്ല. അവൾ ആരാണ്? അള്ളാഹുവിന്റെ തീരുമാനം പറഞ്ഞത്. നന്ദിയില്ലാത്ത ഭർത്താവിനോട്, നന്ദിയില്ലാത്ത പെണ്ണിനെ അള്ളാഹ് പരലോകത്തൊരു കാരുണ്യത്തിന്റെ നോട്ടം നോക്കില്ല. നരകത്തിൽ സ്ത്രീകളെ കൂടുതലായി കണ്ടു. സഹാബത്ത് ചോദിച്ചു, എന്താ നബിയെ അവർ ചെയ്തത്? മറുപടി ഇതായിരുന്നു, തക്ഫുർനൽ അശീർ, അവര് ഭർത്താക്കന്മാരെ നന്ദികേടോടെ കാണിക്കും. അദ്ദേഹം ചെയ്ത നന്മകളെ ഒക്കെ പുച്ഛത്തോടെ തള്ളിക്കളയും. ഇടക്കിടക്ക് കൂടുതലായി ശാപവാക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. എന്തിനേയും ഒരു ശപിക്കുന്ന സ്വഭാവം. ഇവരാണ് നരകത്തിൽ കൂടുതൽ കണ്ടത്. സഹോദരങ്ങളെ ചുരുക്കി പറയട്ടെ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു 2000-ലേറെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ, വാപ്പയുടെ കൂടെ ഇസ്ലാം സ്വീകരിച്ച സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലെ യുവാക്കളുടെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടയാളായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇസ്നാൻ, ഒരിക്കൽ നബി ഞങ്ങളെ പഠിപ്പിച്ചത് രണ്ടാളുകൾ, ലാ യതജാവസു സ്വലാതഹുമാ റൂസഹുമാ. പേടിക്കേണ്ട വിഷയം. രണ്ടാളുകൾ, ഈ രണ്ടാളുകൾ നിസ്കരിച്ചാലും അവരുടെ നമസ്കാരം തലക്ക് മുകളിലേക്ക് കയറിപ്പോകില്ല.
നിസ്കരിക്കും, പക്ഷെ ആ നിസ്കാരം മേലേക്ക് പോവില്ല. ലാ യതജാവസു സ്വലാതഹുമാ റൂസഹുമാ, അവരുടെ തലക്ക് മുകളില്ല നിസ്കാരം പോകില്ല, അവരുടെ പ്രാർത്ഥനകൾ പോകില്ല. ഒന്നാമത്തെ ആള് അബ്ദുൻ അയ്യഖ മിൻ മവാലി ഹത്താ യർജി. പണ്ടുകാലത്ത് മക്കയിലുണ്ടായിരുന്ന മദീനയിലുണ്ടായിരുന്ന അടിമ സമ്പ്രദായത്തിൽ യജമാനന്റെ അനുവാദം ചോദിക്കാതെ വീട് വിട്ട് ഇറങ്ങിപ്പോയവൻ, അവൻ മടങ്ങി വന്ന് യജമാനന്റെ അടുത്ത് വരുന്നത് വരെ അവന്റെ നമസ്കാരങ്ങൾ പ്രാർത്ഥനകൾ തലക്ക് മുകളിലേക്ക് പോവില്ല. രണ്ടാമത്തെ ആള് നമ്മളുമായി ബന്ധപ്പെട്ടതാ. ഒരു പെണ്ണ് ഭർത്താവിനെ ധിക്കരിക്കുന്നു, അവൾ ധിക്കാരത്തിൽ നിന്ന് മടങ്ങുന്നത് വരെ അവളുടെ നമസ്കാരം വരെ തലക്ക് മുകളിലേക്ക് പൊന്തില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഗൗരവമുണ്ട് സുഹൃത്തുക്കളെ. നമ്മൾ ദീന് കാരിക്കുന്നു, ഖുർആൻ ഓതുന്നു, നിസ്കരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പക്ഷെ ഇത് മേലേക്ക് ഉയരണമെങ്കിൽ തന്റെ കൂടെ ജീവിക്കുന്ന ഇണയോടുള്ള മര്യാദകൾ പാലിക്കുന്നവരായിരിക്കണം. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ മര്യാദകൾ പഠിപ്പിച്ചു. ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹമുണ്ടാക്കുന്ന നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യണം. അവർക്കിടയിൽ ഭയങ്കരമായ ഇഷ്ടവും ശാരീരികമായ ഇച്ഛകളും നല്ല വികാരങ്ങൾ ജനിപ്പിക്കുന്ന പെരുമാറ്റങ്ങൾ അവളിലുണ്ടാവണം, അവനിലുണ്ടാവണം, രണ്ടുപേർക്കും വേണം. അതിനുള്ള ഒരു കാര്യം പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നി ഉഹിബ്ബു, ഞാൻ ഇഷ്ടപ്പെടുന്നു, അന്ന തസയ്യന ലിൽ മർഅതി, എന്റെ ഭാര്യയ്ക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങാൻ. എന്നിൽ നിന്ന് സുഖമനുഭവിക്കേണ്ടവളാണ് എന്റെ ഭാര്യ. അവളുടെ മുമ്പിലേക്ക് വൃത്തിയുള്ള വസ്ത്രത്തിൽ അണിഞ്ഞ് സുഗന്ധം പൂശി നല്ല മണത്തോടെ വായ വൃത്തിയാക്കി നല്ല പോലെ പ്രവേശിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. എത്ര പേര് ശ്രദ്ധിക്കാറുണ്ട്? ഭാര്യന്റെ മുമ്പിൽ അണിഞ്ഞൊരുങ്ങി വൃത്തിയാവാറുണ്ട്. എന്നിട്ട് പറയാ, കമാ ഉഹിബ്ബു അൻ തസയ്യന ലിയൽ മർഅ, എന്റെ ഭാര്യ എന്റെ അടുത്തേക്ക് അണിഞ്ഞൊരുങ്ങി വരാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന പോലെ എന്റെ ഭാര്യന്റെ മുമ്പിലേക്ക് ഞാനും അണിഞ്ഞൊരുങ്ങി പോകാൻ ഇഷ്ടപ്പെടുന്നു. അതാണ് ജീവിതത്തിന്റെ സുഖം. പരസ്പരം അങ്ങും ഇങ്ങും മനസ്സിലാക്കി ജീവിക്കാനും ശ്രമിക്കുക. വിശുദ്ധ ഖുർആനിൽ ചില സ്ത്രീകളെ പറ്റി പറഞ്ഞു, നിങ്ങൾ ഓരോ അവരെ ആവരുത്. അതിൽപ്പെട്ട ഒരാളാ അബൂലഹബിന്റെ ഭാര്യ. വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ്, വിറക് ചുമട്ടുകാരിയായ ഏഷണിക്കാരിയായ അബൂലഹബിന് പറ്റിയ ഒരു ഭാര്യ. ഭർത്താവിന് എന്തൊക്കെ തെറ്റുണ്ടോ അതൊക്കെ സപ്പോർട്ട്, ഭർത്താവിന് എന്തൊക്കെ മോശക്കേടുണ്ടോ അതിനെയൊക്കെ പിന്തുണക്കുന്ന ഒരു ഭാര്യ. നിങ്ങൾ അങ്ങനെയാവരുത്. വേറെ ചില ആൾക്കാരെ പറ്റി പറഞ്ഞു, നിങ്ങൾ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യമാരെ പോലെ ആകരുത്. കാനതാ തഹത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹീൻ, നല്ല രണ്ട് ഭർത്താക്കന്മാരായിരുന്നു, സത്യവിശ്വാസം സ്വീകരിച്ച രണ്ട് ഭർത്താക്കന്മാര്. ഫഖാനതാഹുമാ, ആ രണ്ടാളുകളെയും ആ ഭാര്യമാര് വഞ്ചിച്ചു, നരകാവകാശികളായി മാറി. ഭർത്താവിന്റെ ഈമാനും സൽഗുണങ്ങൾ ഉണ്ടായിട്ട് പോലും അതിന്റെ സുഗന്ധം ഏറ്റുപിടിക്കാൻ കഴിയാതെ പോയ ഭാര്യമാരായി നിങ്ങൾ മാറരുതേ എന്ന് വിശുദ്ധ ഖുർആനിന്റെ തഹരീം എന്ന അധ്യായം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഭാര്യമാരുടെ സ്ഥാനം വലുതാണെന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ടവർ നമ്മളാണ്. അവർക്കറിയാത്തത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നല്ല നല്ല ദീനിയായ സദസ്സുകൾ, നല്ല രൂപത്തിലുള്ള ഇസ്ലാമിക പ്രഭാഷണങ്ങൾ, ലേഖനങ്ങൾ, പുസ്തകങ്ങൾ, അതുപോലെയുള്ള നമ്മുടെ ഇടപെടലുകളൊക്കെ ആ രൂപത്തിൽ അവരെ സ്വാലിഹത്താക്കി മാറ്റി വീടൊരു സൗഭാഗ്യത്തിന്റെ കേന്ദ്രമാക്കി മാറ്റാൻ നാമും ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.